തൊണ്ട നനയ്ക്കാൻ അല്പം വെള്ളം തരാമോ എന്ന് ചോദിക്കുന്നത് ഒരാളല്ല, 300ഓളം വരുന്ന കുടുംബങ്ങളാണ്. കൊല്ലം ഇരവിപുരം തീരദേശ മേഖലയിലെ കുടുംബങ്ങൾക്കാണ് 2 ആഴ്ചക്കാലമായി കുടിവെള്ളമില്ലാത്തത്. ഇരവിപുരം തെക്കുംഭാഗം തീരദേശ മേഖലയിലെ 300ഓളം വരുന്ന കുടുംബങ്ങൾ താമസിക്കുന്ന സ്ഥലത്താണ് 2 ആഴ്ചയായി കുടിവെള്ളം നിലച്ചിരിക്കുന്നത്. പ്രദേശത്തേക്ക് വരുന്ന പമ്പ് സെറ്റ് തകരാറ് സംഭവിച്ചതുകൊണ്ടാണ് കുടിവെള്ളം മുടങ്ങിയതെന്നാണ് അധികൃതരുടെ വാദം. എന്നാൽ പമ്പ് സെറ്റിന്റെ തകരാറ് മന്ദഗതിയിലാണ് പരിഹരിക്കുന്നതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ട്. പിന്നെ കൗൺസിലറിന്റെ അരികെ വിളിച്ചു പറയാം, ആ കൊച്ചെന്തോ ചെയ്യാനാണ്. എല്ലാരും ബുക്ക് ചെയ്തിട്ടിരിക്കുന്നോണ്ട് ആ കൊച്ചു ഞങ്ങൾക്ക് ഒന്നരാടെങ്കിലും ചിലപ്പോൾ വെള്ളം തന്നോണ്ടിരിക്കും. പിന്നെ എപ്പോഴും വിളിക്കുന്ന ഞങ്ങൾ മാത്രമേ വിളിക്കത്തുള്ളൂ. എന്റെ മോള് വിളിക്കുമ്പോ അല്ല ആ കൊച്ചു പറയുന്നെങ്കിലും ഒരു മനുഷ്യരെ കാണില്ല. 2 ആഴ്ചക്കാലമായി കുടിവെള്ളം മുടങ്ങിയ സാഹചര്യത്തിൽ 2-3 ദിവസം കൂടുമ്പോൾ ഗുഡ്സ് ഓട്ടോറിക്ഷയിൽ ഇവിടത്തേക്ക് വെള്ളം എത്തിക്കുന്നുണ്ട്. എന്നാൽ അത് വളരെ ചുരുക്കം കുടുംബങ്ങൾക്ക് മാത്രമേ ലഭ്യമാകുന്നുള്ളൂ. പിന്നീട് വാഹനം വരണമെങ്കിൽ 2 ദിവസം കാത്തിരിക്കണം. ഇന്ന് കുടുംബങ്ങളെല്ലാം വലിയ വില കൊടുത്ത് കുടിവെള്ളം വാങ്ങിക്കേണ്ട അവസ്ഥയിലാണെന്ന് നാട്ടുകാർ പറയുന്നു. ഇവിടെ വെള്ളമില്ലാതെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എല്ലാം ഞങ്ങൾ കാശ് കൊടുത്ത് വെള്ളം മേടിക്കുന്നുണ്ട്. 6,000 രൂപയുടെ വെള്ളം വരെ ഞങ്ങൾ എടുത്തു. ഞങ്ങൾക്ക് വെള്ളം വേണ്ട, വെള്ളമില്ലാതെ ഒന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ലല്ലേ. വെള്ളമല്ലേ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടുന്ന സാധനം. ഒന്നാമത് കടപ്പുറവും കരയും ഒന്നും ഇല്ലാതെ കിടക്കുന്നത്. ആ കൂട്ടത്തിൽ ഇതും കടം മേടിച്ചു കൊടുത്താണ് ഞങ്ങൾ ജീവിക്കുന്നത്. വോട്ട് തേടിയെത്തിയവരോടും ജനപ്രതിനിധികളോടും നിരവധി തവണ തങ്ങളുടെ ദുരിതം അറിയിച്ചിട്ടും ഉടനെ ശരിയാക്കി തരാമെന്ന മറുപടി മാത്രമാണ് ലഭിച്ചത്. പ്രദേശത്തെ കുടിവെള്ള പ്രശ്നത്തിൽ അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, കൊല്ലം.